അതൊക്കെ റെപ്രസെന്റ് ചെയ്ത് ഹാഷ്ടാഗോടുകൂടിയാണ് ഇത്തവണ IFFK എത്തിയിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിയെ സാർ എങ്ങനെയാണ്? എനിക്ക് അക്കാര്യത്തിൽ അഭിപ്രായമൊന്നും പറയാനില്ല. കോടതിയല്ലേ വിധിച്ചിരിക്കുന്നത്. കോടതിയിൽ നമ്മൾ അഭിപ്രായം അത് വേറെ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റി എനിക്ക് അഭിപ്രായം പറയാൻ താല്പര്യമില്ല. നമ്മൾ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു വേദിയാണിത്. ഇത് വളരെ സജീവമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇത് നമ്മൾ നേരിടുന്നത്. അതിനെപ്പറ്റി പറയുമ്പോൾ ഈ പടങ്ങൾ എടുത്തിട്ടുള്ള ആളുകൾ നമ്മൾ അവരെ ക്ഷണിച്ചിട്ട് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വിദേശത്തു നിന്നുള്ള പ്രതിനിധികൾ വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ അവരുടെ പടം കാണിക്കാൻ അനുമതിയില്ല എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ നേരിടുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി എത്രയും വേഗം അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് അനുവാദം കിട്ടിയെങ്കിൽ മാത്രമേ പടങ്ങൾ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ആവശ്യപ്പെടുന്നത്? ഇപ്പോൾ കൂടുതൽ സ്ക്രീനിങ് വേണമെന്നുള്ളതാണ് പറയുന്നത്. ചില പടങ്ങൾ കാണിക്കാനുള്ള അനുവാദമാണ് തരാത്തത്. കൂടുതൽ പടം കാണിക്കുന്ന കുറച്ച് കാണിക്കുന്നു എന്നുള്ളതല്ല. ഈ പടങ്ങൾ കാണിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് വെറും ഒരു അറിവുകേടിൻ്റെ പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പടങ്ങൾ എന്താണെന്ന് അവർക്ക് ഇത് നോക്കിയിട്ട് ടൈറ്റിൽ നോക്കിയിട്ട് ബാറ്റിൽ ഷിപ്പ്, അയ്യോ ഒരു കുഴപ്പമാണല്ലോ, യുദ്ധമാണോ എന്താ അങ്ങനെയൊക്കെ വിചാരിക്കുന്നതുകൊണ്ടാണ്. അതൊരു ക്ലാസിക്കാണ്, സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ക്ലാസിക്കാണ് ബാറ്റിൽ ഷിപ്പ് ഉണ്ടെങ്കിൽ. അവർ ഓതി ഫർണസ്, ഇതൊക്കെ വലിയ ക്ലാസിക്കുകളാണ്. പ്രദർശിപ്പിക്കുക മാത്രമല്ല, അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പാഠപുസ്തകമാണ്. സിനിമ എടുക്കുന്നവർക്ക് ഒരു പാഠപുസ്തകമാണത്. ഇതൊരു നമ്മുടെ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരു വശത്ത് ഇത് എഡ്യൂക്കേഷനിലാണ്. സിനിമ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സിനിമ കൂടുതൽ ആസ്വദിക്കാൻ, സിനിമയെ പറ്റി എഴുതാനും ഒക്കെ അവർ നടത്തുന്ന ഒരു പരിശീലനമാണ് ഇതിൽ കൂടെ നടക്കുന്നത്. നല്ല സിനിമകൾ, വ്യത്യസ്തമായ സിനിമകൾ കണ്ടിട്ട് ഈ ഒരു പടം പോലും ഇതിനകത്ത് കാണിക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്നത്, ഇതിലൊരു പടം പോലും അങ്ങനെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് എനിക്ക് പറയാനുള്ളത്.